നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 48 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങും. ഹോർമുസ് തുറക്കാൻ ഇറാന് നീട്ടി നൽകിയ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ ട്രംപ് രംഗത്തേക്ക്. സമയം അതിവേഗം അവസാനിക്കുകയാണെന്നും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റമല്ല, ഞാൻ മാറി നിന്നത് ഇറാനെ നരകം കാണിക്കുന്നതിന് വേണ്ടിയാണ്. ആക്രമണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ യുഎസിന്റെ മറ്റൊരു മുഖം ഇറാൻ കാണും. 2 ബങ്കർ ബസ്റ്റർ പ്രയോഗിച്ചപ്പോൾ തന്നെ വിറച്ച ഇറാനെ ലോകം കണ്ടതാണ്. ഇനിയുള്ള അടി അതിലും മാരകമായിരിക്കുമെന്ന് വൈറ്റ് ഹൗസിന്റെ താക്കീത്. രണ്ടും കൽപ്പിച്ച് ട്രംപ് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ആക്രമണത്തിന് പുതിയൊരു പ്ലാൻ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് അമേരിക്കൻ സൈന്യമെന്നും വ്യക്തം. ട്രൂത്ത് സോഷ്യലിൽ ഇറാന് ട്രംപ് കൊടുത്ത മുന്നറിയിപ്പ് വായിച്ചാൽ തന്നെ വ്യക്തമാകും ഇനി ഇറാന് കിട്ടാൻ പോകുന്ന അടിക്ക് ഒരു മയവും ഉണ്ടാകില്ല എന്ന്. ഇറാന് ഒരു കരാറിൽ ഒപ്പിടാനോ ഹോർമുസ് കടലിടുക്ക് തുറക്കാനോ ഞാൻ 10 ദിവസം സമയം നൽകിയത് ഓർക്കുക. സമയം തീരാറായി. 48 മണിക്കൂറിനുള്ളിൽ എല്ലാവിധ നരകയാതനകളും അവർക്ക് മേൽ വർഷിക്കപ്പെടും. ദൈവത്തിന് സ്തുതി. ഇതായിരുന്നു ട്രംപ് കുറിച്ചത്. ഇറാന്റെ ചില കേന്ദ്രങ്ങൾ അമേരിക്ക നോക്കി വെച്ചിട്ടുണ്ട്. അവിടങ്ങളിലായിരിക്കും ഇനി പ്രഹരമേൽപ്പിക്കുക. ഇറാൻ ഹോർമുസ് കൊട്ടിയടച്ചതാണ് പ്രധാന പ്രതിസന്ധി. ലോകരാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ പഴിക്കുന്നതും ഈ കാരണത്താൽ തന്നെയാണ്. അതുകൊണ്ട് ആദ്യ അടി ഹോർമുസ് വഴി തുടങ്ങാനായിരിക്കും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി തന്നെയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസം പൊതുമധ്യത്തിലൊന്നും അധികം വരാതെ ട്രംപ് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ട്രംപ് മാറി നിന്നതിനെ ഇറാൻ ട്രംപ് പേടിച്ചോടി എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിച്ചു. പല മീമുകളൊക്കെ ഇട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ പരിഹസിക്കുകയായിരുന്നു ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അതിശക്തമായി രംഗത്തേക്ക് വന്നു നിന്നുകൊണ്ട് ട്രംപ് പലതും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. അതനുസരിക്കാൻ ഇറാൻ തയ്യാറല്ല എങ്കിൽ അനുഭവിക്കുക തന്നെ എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ വെല്ലുവിളിക്ക് ഇറാൻ ഇപ്പോഴും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമേരിക്കയുടെ ആട്ടത്തിന് തുള്ളാൻ നിൽക്കുന്ന രാജ്യമല്ല ഇറാൻ എന്നും ഈ ഭീഷണികൾ ഞങ്ങളോട് വേണ്ട എന്നുമാണ്. അടിച്ചാൽ 10ആയി തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ടെന്ന് ഇറാൻ പറയുന്നു. കീഴടങ്ങുകയല്ല, അതിമാരകമായ ആക്രമണങ്ങൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നൽകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇറാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 1 ഇഞ്ച് പിന്നോട്ടേക്കില്ലാതെ മെരുങ്ങാതെ ഇറാൻ നിൽക്കുകയാണ്. എന്നാൽ തിങ്കളാഴ്ച സമയം അവസാനിക്കാൻ പോകുകയാണ്. എന്തായാലും ട്രംപ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ അതിമാരകമായ ആക്രമണത്തിലേക്ക് അമേരിക്കൻ സൈന്യം തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. യുദ്ധം കടുപ്പിക്കാൻ അമേരിക്ക പോകുന്നു എന്ന് വ്യക്തമായ ഘട്ടത്തിൽ ഇറാനും സർവ്വസജ്ജമായി നിൽക്കുകയാണ്. അതായത് ഒരു കരയുദ്ധമാണെങ്കിൽ അതിനും തയ്യാറായി സേനയെ സർവ്വസജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിലുള്ള അബു മൂസ, ഗ്രേറ്റർ ടൺസ്, ലെസർ ടൺസ് എന്നീ തന്ത്രപ്രധാന ദ്വീപുകളിൽ അമേരിക്ക അടിച്ചേക്കും. നിലവിൽ ഇറാന്റെ നിയന്ത്രണത്തിലാണെങ്കിലും UAE ഈ ദ്വീപുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. UAEയുടെ പിന്തുണയോടെ ഇറാനിയൻ ദ്വീപുകളിൽ ഒന്ന് പിടിച്ചെടുക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നതായി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരമൊരു നീക്കമുണ്ടായാൽ മേഖലയിലെ രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ച് കനത്ത ആക്രമണം നടത്തുമെന്നായിരുന്നു ഖാലിബാഫിന്റെ ഭീഷണി. ഒരുപക്ഷെ ഈ കേന്ദ്രങ്ങൾക്ക് മുൻപേ ഖേഷം ദ്വീപിലായിരിക്കും ആദ്യ അടിപൊട്ടാൻ പോകുന്നത്. അതിന്റെ കാരണം കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഹോർമുസ് കടലിടുക്കിന്റെ കാവൽക്കാരനായ ഖേഷം ദ്വീപ് പ്രകൃതിയുടെ വിസ്മയങ്ങൾക്കൊപ്പം തന്നെ ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ സുരക്ഷയുടെയും പ്രതീകമാണ്. യുനെസ്കോ അംഗീകരിച്ച ഈ ജിയോളജിക്കൽ മ്യൂസിയത്തിന് താഴെ വിദേശ ശക്തികളുടെ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇറാൻ ഒരുക്കിയിരിക്കുന്ന അതിനൂതനമായ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഉണ്ട്. അതായത് മാതൃരാജ്യത്തെ സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയമായിട്ടാണ് ഖേഷം ദ്വീപിനെ IRGC കണക്കാക്കുന്നത്. ഞങ്ങളുടെ ശക്തി കേന്ദ്രമെന്നാണ് അവർ പറയുന്നത്. ഈ ശക്തി കേന്ദ്രത്തിലായിരിക്കും അമേരിക്ക ഒരുപക്ഷെ ആദ്യം അടിക്കാൻ പോകുന്നത്. അതായത് 48 മണിക്കൂർ അവസാനിക്കുമ്പോൾ. അതിന് കാരണം ഇറാൻ മിസൈൽ ശക്തിയിൽ ഇപ്പോഴും മുൻപിലാണെന്ന്
അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വില കുറഞ്ഞ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മിസൈലുകളെയും പോർ വിമാനങ്ങളെയും വരെ ഇറാൻ ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് ഇറാന്റെ സൈനിക ആയുധ ശക്തി എത്രയും പെട്ടെന്ന് ക്ഷയിപ്പിക്കുക എന്നുള്ള നീക്കമാണ് അമേരിക്കയ്ക്ക് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലെല്ലാം അമേരിക്ക കയറിയടിക്കും. സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങൾക്കെതിരെയും ഉപരോധങ്ങൾക്കെതിരെയും ഇറാൻ കെട്ടിപ്പടുത്തിരിക്കുന്ന ഈ സൈനിക ശൃംഖലകൾ മേഖലയിലെ സമാധാനം ഉറപ്പിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് എന്നാണ് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അവരുടെ തന്ത്രപ്രധാന കേന്ദ്രമാണ് ഖേഷം ദ്വീപ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമാകുകയും പശ്ചിമേഷ്യയിൽ സൈനിക സമ്മർദ്ദം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഖേഷം ദ്വീപ് തന്റെ പഴയ വിനോദസഞ്ചാര മുഖം വിട്ട് ഒരു മുൻനിര പ്രതിരോധ കോട്ടയായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഏകദേശം 1445 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയോടെ കടലിലൂടെ നീങ്ങുന്ന എണ്ണക്കപ്പലുകളുടെ ഗതാഗതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഭൗമശാസ്ത്ര ശക്തിയാണ്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഈ സ്ഥാനം ഭീഷണി സൃഷ്ടിക്കാനുള്ള ഉപകരണമല്ല, മറിച്ച് സ്വന്തം അതിർത്തികളും സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ തന്ത്രപ്രധാന കേന്ദ്രമാണെന്നാണ്. ഈ ദ്വീപിന്റെ അടിത്തട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര ചർച്ചകളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. മലനിരകളുടെയും പാറക്കൂട്ടങ്ങളുടെയും അടിയിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ രഹസ്യ ശൃംഖലകൾ മിസൈലുകൾ സൂക്ഷിക്കാനും അതിവേഗത്തിൽ വിന്യസിക്കാനും കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾക്കും തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്കും പിന്തുണ നൽകുന്ന ഈ സംവിധാനങ്ങൾ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഇറാനെ സഹായിക്കുന്നു എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ ഇറാന്റെ നിലപാട് വ്യക്തമാകുന്നത് ഇതിലൂടെയാണ്. ഇതൊരു ആക്രമണ വ്യൂഹമല്ല, മറിച്ച് ദീർഘകാലമായി നേരിടുന്ന ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും മുൻനിർത്തിയുള്ള പ്രതിരോധ സംവിധാനം മാത്രമാണെന്നാണ്. ദ്വീപിലെ ജീവിതവും ഈ വലിയ രാഷ്ട്രീയ കളിയുടെ ഇടയിൽപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഖേഷം സമുദ്രവുമായി ചേർന്ന ഒരു സംസ്കാരത്തിന്റെ കേന്ദ്രവും കൂടിയാണ്. ബന്ദാരി ഭാഷ സംസാരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ മത്സ്യബന്ധനത്തിലും കടൽ വ്യാപാരത്തിലും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നൗറൂസ്, സയ്യാദി പോലുള്ള ആഘോഷങ്ങൾ കടലിനോടുള്ള അവരുടെ ആത്മബന്ധത്തിന്റെ പ്രതീകമാണ്. എന്നാൽ യുദ്ധത്തിന്റെ നിഴൽ ഈ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. US വ്യോമാക്രമണത്തിൽ ദ്വീപിലെ പ്രധാന ഡീസാലിനേഷൻ പ്ലാന്റ് തകർന്നതോടെ നിരവധി ഗ്രാമങ്ങളുടെ കുടിവെള്ള വിതരണം നിലച്ചുപോയി. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട ഒരു ഗുരുതരമായ നടപടി ആണെന്നായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾ ഉയർന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിന് പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേഖലയിൽ US സൈനിക സാന്നിധ്യത്തിനെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ നീക്കങ്ങൾ പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുകയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പൽ ഗതാഗതം പോലും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ വാദം ഇതാണ്: സ്വന്തം പ്രദേശത്തെയും താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കാൻ നടത്തിയ പ്രതിരോധ പ്രതികരണങ്ങളാണ് ഇവ എന്നാണ്. ഖാർഗ് പോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഖേഷം ദ്വീപും. നൂറ്റാണ്ടുകളായി നിരവധി സാമ്രാജ്യങ്ങൾ ഈ ദ്വീപിനെ പിടിച്ചടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഇവിടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അവസാനത്തിൽ പ്രദേശത്തിന്റെ നിയന്ത്രണം പ്രാദേശിക ശക്തികൾ തിരിച്ചുപിടിച്ചു. ഈ ചരിത്ര പശ്ചാത്തലം ഇന്നും ഖേഷം ദ്വീപിനെ ഒരു ജിയോ പൊളിറ്റിക്കൽ കേന്ദ്രമായി നിലനിർത്തുന്നു. ഒരു കാലത്ത് കൊളോണിയൽ ശക്തികൾക്കിടയിലെ പോരാട്ടമായിരുന്ന ഈ ദ്വീപ് ഇന്ന് ആഗോള ശക്തികളുടെ പുതിയ സമവാക്യങ്ങളുടെ വേദിയാണ്. ഒരു പക്ഷേ ഇറാൻ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഇതും ഒരു യുദ്ധഭൂമിയായി മാറും. അതേസമയം ഈ ദ്വീപിന്റെ പ്രകൃതി സമ്പത്തും അതുല്യമാണ്. 2006 യുനെസ്കോ അംഗീകരിച്ച ഖേഷം ജിയോ പാർക്ക് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ജിയോ പാർക്കാണ്. നമാഗ്ദാൻ ഉപ്പ് ഗുഹ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഉപ്പ് ഗുഹകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ചാക്കു മലയിടുക്കിന്റെ കല്ല് മതിലുകൾ പ്രകൃതിയുടെ ശില്പകലയുടെ ഒരു ഉദാഹരണമാണ്. ഹാര കണ്ടൽക്കാടുകൾ ദേശാടന പക്ഷികളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. എന്നാൽ ഈ പ്രകൃതി സൗന്ദര്യങ്ങൾക്കൊപ്പം ഇപ്പോൾ സൈനിക സാന്നിധ്യവും ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ ദ്വീപിന്റെ പുതിയൊരു യാഥാർത്ഥ്യം. ഇന്നത്തെ ഖേഷം പ്രകൃതിയുടെ ശാന്തതയും യുദ്ധത്തിന്റെ ഉണർവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു വേദിയായി മാറുന്നു. ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ സ്വപ്ന നഗരമായിരുന്ന ഈ ദ്വീപ് ഇന്ന് ആഗോള ശക്തികളുടെ നേർക്കുനേർ ഏറ്റുമുട്ടലിന്റെ ഒരു വേദിയായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഖേഷം ഒരു സൈനിക താവളം മാത്രമല്ല, അത് ഒരു രാഷ്ട്രത്തിന്റെ സ്വയരക്ഷയുടെ പ്രതീകമാണത്രേ.
ഭൗമശാസ്ത്രപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരു ശക്തമായ പ്രഖ്യാപനമാണത്രേ ഖേഷം. ഈ ദ്വീപിന്റെ കഥ അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ കഥ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയും ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും ഒരുമിച്ച് ചേർന്ന ഒരു ശക്തി കേന്ദ്രമായി മാറുകയാണ്. ഒരുപക്ഷെ അമേരിക്ക ഇവിടമാണ് ആക്രമിക്കാൻ പോകുന്നതെങ്കിൽ ആ ഭൂമി ഒരു പോരാട്ട ഭൂമിയായി മാറുകയും അവിടുത്തെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കപ്പെടുകയും പ്രകൃതി നാമാവശേഷമായി തീരുകയും ചെയ്യും. ഖേഷമിനെ തൊട്ടാൽ തിരിച്ചടി അതിമാരകമായിരിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇറാനെ ഒതുക്കേണ്ടത് അമേരിക്കയുടെ ആത്മാഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം പടക്കപ്പലുകളും പോർവിമാനങ്ങളും അടിച്ചിട്ടാണ് ഇറാൻ US-നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക കൊട്ടിഘോഷിക്കുന്ന F-15E ഇത്രയേ ഉള്ളൂ എന്ന ചോദ്യം ലോകരാജ്യങ്ങൾ പോലും US-ന് നേരെ ഉന്നയിക്കുന്നു. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം 4ാമത്തെ F-15E യുദ്ധവിമാനമാണ് US-ന് നഷ്ടപ്പെടുന്നത്. ആദ്യ ആഴ്ച തന്നെ 3 F-15E വിമാനങ്ങൾ കുവൈറ്റിൽ തകർന്നിരുന്നു. ശത്രു വിമാനമെന്ന് തെറ്റിദ്ധരിച്ച് കുവൈറ്റ് സേന വെടിവെച്ചിട്ടതാണെന്നായിരുന്നു US-ന്റെ ആദ്യ വിശദീകരണം. US-നെ കൂടാതെ ഇസ്രയേൽ, ജപ്പാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും F-15 ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പോർ വിമാനത്തെയാണ് ഇറാൻ അടിച്ചിട്ടത്. അപ്പോൾ വലിയ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇറാന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ നരകം കാണിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.